என்னை யாராலையும் அழிக்க முடியாது. അതെ, ലാലേട്ടൻ നശിപ്പിക്കാൻ വേറെ ആരും വേണ്ട, പുള്ളിയെ നശിപ്പിച്ചോളൂ. ഇതാണൊക്കെ ഓരോ പടങ്ങളിലൊക്കെ അഭിനയിച്ചത്. അഭിനയം അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാരെ ഡയറക്ഷൻ അറിയാത്ത ഒരാൾ ഡയറക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് ഞാൻ ബരോഷ്. സാധാരണഗതിയിൽ മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഫാൻസ് ഡയറക്ടറിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാണ് ആനന്ദം കണ്ടെത്തിയിരുന്നത്. പക്ഷെ ഈ പടത്തിനത് പറ്റില്ല. കാരണം ഈ പടം ഡയറക്ട് ചെയ്തത് മോഹൻലാലാണ്. ഞാൻ ഈ സിനിമ കണ്ടത് 3 ദിവസം കൊണ്ടാണ്. ഈ സിനിമ ഒറ്റയിരിപ്പിന് തിയേറ്ററിൽ നിന്ന് കണ്ട എല്ലാ പ്രേക്ഷകർക്കും എന്റെ അഭിനന്ദനങ്ങൾ. എന്നാൽ നമുക്ക് കഥയിലേക്ക് കിടക്കാം. 1400 വർഷങ്ങൾക്ക് മുന്നേ ഡിഗാമ എന്നൊരു എംബോക്കി ഉണ്ടായിരുന്നു. ആ എംബോക്കിയുടെ വിശ്വസ്തനായ സേവകനാണ് ഞാൻ ബരോഷ്, ഡിഗാമ തമ്പുരാന്റെ താക്കോൽ ചുറ്റുകാരൻ. ഈ ഡിഗാമയുടെ മകൾ ഇസബല്ല ബറോസിനെ സ്വന്തം അച്ഛനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ബറോസിനെ ബരോഷ് പപ്പ എന്നാണ് വിളിക്കാറ്. ഈ ഡിഗാമ കുറെ സ്ഥലത്തുനിന്ന് കട്ടും മുട്ടിച്ചും പിടിച്ചു പറിച്ചും കൊണ്ടുവന്ന കുറെ സ്വർണ്ണങ്ങൾ ഇയാളുടെ പാലസിന്റെ അണ്ടറിലുണ്ട്. അത് കക്കാനായിട്ട് ഇവനെയും കാട്ടി വലിയ കള്ളന്മാരെ ബ്രിട്ടീഷുകാർ വരും. എന്നിട്ട് പുള്ളിയുടെ കോട്ട ഫുള്ളായിട്ട് ആക്രമിക്കും. ഈ ഡിഗാമ എന്ന് പറയുന്ന എംബോക്കി നിധി കാക്കാനായിട്ട് സ്വന്തം വിശ്വസ്തനായ പാവം ബറോസിനെ കൊന്ന് ഭൂതമാക്കാനുള്ള പ്ലാൻ എടുക്കും. എന്നിട്ട് ഈ ഡിഗാമ എംബോക്കി ബറോസിനോട് ചോദിക്കും, നിനക്ക് എന്റെ നിധിക്ക് കാവൽ നിൽക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയാണ്ട് ഈ ബറോസ് മണ്ടൻ എല്ലാത്തിനും യെസ് ബോസ് യെസ് ബോസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടും. തമ്പുരാന്റെ ഏത് കൽപ്പനയും ബറോസ് അനുസരിച്ചിരിക്കും, അതെന്ത് തന്നെയായാലും. ഒരു ക്രൂരൻ തന്നെ. എന്റെ തമ്പുരാന് ஏகப்பட்ட ஆபரேஷன் தலையோட முதுகல, கஷ்டப்பட்ட காலத்துல யாரும் வந்து உதவல, சினிமால நுழையலடா அவனோட தயவுல. ആ പാവം ബറോസിനെ അണ്ടർഗ്രൗണ്ടിൽ നിരന്തരമായിട്ട് തളച്ചിടും. അവകാശി വരുന്നത് വരെ 1400 കൊല്ലം ഒറ്റയ്ക്ക്. പാവം. എന്നാലും എന്റെ ഡിഗാമ നീ ഒരു ക്രൂരൻ തന്നെ. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അങ്ങനെ നമ്മുടെ നിധിയുടെ യഥാർത്ഥ അവകാശി ഗോവയിലേക്ക് മടങ്ങി വരികയാണ്. നമ്മുടെ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പ് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അഹങ്കാരം പിടിച്ചൊരെണ്ണത്തിനെ അതേ നല്ല തങ്കപ്പെട്ട സ്വഭാവം. വോളിബോൾ കാലുകൊണ്ട് തട്ടിക്കളിക്കുക, വെറുതെ ബർഗർ തിന്നോട്ടിരുന്ന കൊച്ചിൻ്റെ ബർഗർ പിടിച്ചു വാങ്ങി സ്ക്രീനിലേക്ക് എറിയുക, ടീച്ചർമാരുടെ കാലിൻ്റെ ഇടയിൽ കൂടെ റോക്കറ്റ് വിടുക. പിന്നെ ഒരു വൃത്തിയില്ല. മൂക്കിൽ കൈയിടുക, അത് ചുരുട്ടുക, അതിങ്ങനെ തെറിപ്പിക്കുക, കാർക്കി തുപ്പുക, അങ്ങനെ ഓരോരോ സ്വഭാവം. നമ്മുടെ നായിക ഇസയുടെ ഡാഡി ഒരു കോടീശ്വരനാണ്. അതുകൂടാണ്ട് പുള്ളി ഒരു മൊണ്ണയാണ്. ഈ മൊണ്ണേഷ് കുമാർ റോളാണ് നമ്മുടെ പൃഥ്വിരാജ് ചെയ്യാനുള്ളത്. ഈ മൊണ്ണേഷ് കുമാറും മകളും ഇപ്പൊ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡിഗാമയുടെ കൊട്ടാരം ലേലത്തിൽ നിന്ന് പിടിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. എന്നിട്ട് ആ കൊട്ടാരം മൊത്തം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു കാസിനോ കെട്ടുക. പക്ഷെ നാട്ടുകാരൊക്കെ ഈ കാസിനോയ്ക്ക് എതിരാണ്. അതുകൊണ്ട് അവരെല്ലാരും ഗോ കാസിനോ നോ, നോ കാസിനോ നോ. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഒരു ആഫ്രിക്കൻ അമ്മച്ചി ഈ ബറോസിന്റെ നിധി തട്ടിയെടുക്കാനുള്ള പ്ലാൻ. ഈ അവകാശി നാട്ടിൽ തിരിച്ചെത്തിയതോടെ നമ്മുടെ ബറോസ് ചങ്ങലിൽ നിന്ന് മുക്തനാവും. പുള്ളിക്ക് പുറത്തേക്കും ഇറങ്ങാൻ പറ്റും. പക്ഷെ പുള്ളിനെ ആർക്കും കാണാൻ പറ്റില്ല. അവകാശിക്ക് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ അവകാശിക്കല്ലാതെ മറ്റൊരാൾക്കും കൂടെ കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇവൻ ബറോസിനെ കണ്ട് ഒഴിഞ്ഞു മാറിപ്പോയതാണ്. എനിക്ക് തോന്നുന്നത് ഇവൻ ഡിഗാമയുടെ സെക്കൻഡ് സെറ്റപ്പിൽ ആരെങ്കിലും വരും, അതായിരിക്കും ഇവനും കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവനും അവകാശിയായിരിക്കും. ഡയറക്ടർ ബില്യൻസ് ആയിരിക്കും ഡയറക്ടർ. അങ്ങനെ നമ്മുടെ ബറോസ് പപ്പ നമ്മുടെ ഇസയെ കാണാൻ വേണ്ടി പാലസിലേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഐക്കോണിക് ടെമ്പിൾ റൺ സീനും ലോക സിനിമയെ വിസ്മയിപ്പിച്ച ആ ഗ്രാഫിക് സീൻ. யாரையே அந்த விஎஃப்எக்ஸ் பண்ணது? எனக்கே அவனை பார்க்கணும் போல இருக்கே. ആ ഗുരു സോമസുന്ദരം എന്ന് നല്ല നടനാന്നറിയാം. അയാളെ കൊണ്ടുവന്ന് ചുമ്മാ ഒരു ഷൊണ്ണ റോളും കൊടുത്തൊരു ഷൊണ്ണ കഥാപാത്രം മൊണ്ണ റോളും. ഓ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇസമോളുടെ കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ട്. എന്റെ പൊന്നോ, ഞാൻ കണ്ടിട്ടില്ല. പ്രശ്നം തീർന്നല്ലോ. So annoying. Get lost. You get lost. അങ്ങനെ ഇസമോൾ ക്യൂട്ട്നെസ് ഒക്കെ മെഴുകി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ബറോസ് പപ്പ മണ്ടയില്ലാത്തൊരു തെങ്ങിന്റെ മുകളിൽ കായലിന്റെ അകത്തിരിക്കും. ദേവര എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിൽ
കടലിൻ്റെ അകത്ത് ഒറ്റ മീൻ പോലും ഇല്ല, ആകപ്പാടുള്ളത് ഒരു സ്രാവ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്താണെങ്കിൽ നേരെ തിരിച്ച്, ഇതിൻ്റെ അകത്ത് മീനുകളുടെ ചാകരയാണ്. ഇവിടെ ആരും മീൻ പിടിക്കാറില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ബറോസ് പപ്പ താനൊരു ഭൂതമാണെന്നും താൻ കാക്കുന്ന നിധിയെക്കുറിച്ചും ഇസമ്മോടത്ത് പറയും. പക്ഷെ ഇവളാണെങ്കിൽ പട്ടിയുടെ വില പോലും ആ മനുഷ്യന് കൊടുക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യന് ഇത്ര പ്രായമായില്ലേ, ബഹുമാനം വേണ്ടി, ബഹുമാനം. നിധി ഡിഗാമ തന്റെ ഇൻവിസിബിൾ ഷിറ്റ് ഒന്ന് പോടോ കിളവാ. ഇതൊക്കെ കേട്ട് പൊളിഞ്ഞ് ബറോസ് പപ്പയ്ക്ക് നേരെ വട്ടം പൊളിയും. എന്നിട്ട് ഇവിടെ വെള്ളത്തിൽ പിടിച്ചങ്ങനെ മുക്കും. എന്നിട്ട് ഒരുവിധം പാസമൊക്കെ കാണിച്ച് നമ്മുടെ ഇസമോളെ ബറോസ് ഒരുവിധം ഒന്ന് സെറ്റാക്കും. എന്നിട്ട് തൻ്റെ കഥകൾ മുഴുവൻ നമ്മുടെ ഇസമോളെ പറഞ്ഞേക്കും. അങ്ങനെ ഇസമോൾ ഒരുവിധം സെന്റിയായി നിൽക്കുമ്പോൾ പപ്പ പതുക്കെ നൈസായിട്ട് താക്കോല് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ഇവളെന്ത് ചെയ്യുന്നല്ലേ, ഇവളെ സൈക്കോണ്, ഇവൾക്ക് ആരും രക്ഷപ്പെടാൻ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ കണ്ടോ അവളെന്ത് ചെയ്യുന്നു? 389 വർഷം ഞാൻ വേണ്ട, ഇത് മാത്രം എന്നോട് പറയണ്ട. വേറെ എന്താ വേണമെങ്കിലും പറഞ്ഞു. 100-400 വർഷമായില്ലേ ആ മനുഷ്യൻ ആ നിധി ആക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നീ പുല്ല് വില കൊടുക്കുന്നത്, പുല്ല് വില ആ മനുഷ്യന്. ഇത്ര നാളും കഷ്ടപ്പെട്ട് മുതുകിൽ കൂടെ പാമ്പിനെയും കയറ്റി ഭൂതമാക്കി, എന്നിട്ട് ഇത്ര നാളും നീട്ട് നിധി തരാൻ വരുമ്പോഴത്തേക്കും നിനക്ക് വയ്യ നിനക്ക്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ആഫ്രിക്കൻ അമ്മയ്ക്ക് ഡിഗാമയുടെ ഒരു ക്ലോണിനെ ഉണ്ടാക്കും. എന്നിട്ട് ആ ക്ലോണിനെ വെച്ച് നിധി അടിച്ചു മാറ്റാൻ ശ്രമിക്കും. അരുത്, അത് ഡിഗാമ തമ്പുരാനല്ല, പിന്നെ മസിക്കുറ വംശത്തിന്റെ മന്ത്രസിദ്ധി കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ദുരാത്മാവ്. സാധാരണ ബുദ്ധിയുള്ള മന്ത്രവാദിയാണ് എന്താ ചെയ്യേണ്ടത്? ഡിഗാമയുടെ ക്ലോൺ അവിടെ ചെല്ലുന്നു, ബറോസിന് ചോദിക്കുന്നു എന്റെ നിധി എവിടെയെന്ന് ചോദിക്കുന്നു. ഈ മണ്ടനായ ബറോസ് നിധിയും തന്നു വിട്ടാൻ. ഇതൊരു ആവശ്യമില്ലാണ്ട് ഈ മണ്ടൻ മന്ത്രവാദി എന്തൊക്കെ ചെയ്തു കൂട്ടണത്. അതിന് പകരം ഈ ക്ലോൺ അവിടെ ചെന്ന് മുട്ടനലമ്പ്, കുന്തം വെച്ച് എറിയുക, 4 എംബോക്കികളെ കൂടെ ചെന്നിട്ട് അവിടെ ഒടുക്കത്തെ ഇടി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എനിക്ക് ആഫ്രിക്കനെ വെച്ചെടുത്ത ഒരു കാര്യം ചോദിക്കണം, എനിക്ക് ആരാണ് മന്ത്രവാദിയാക്കിയത്? ഈ ഡിഗാമയുടെ ക്ലോൺ ഉണ്ടാക്കുന്നതിന് വരാൻ പാടില്ല, ബാങ്ക് മാനേജറുടെ ക്ലോൺ ഉണ്ടാക്കി ആളുടെ ക്ലോണിനെയും കൊണ്ട് ബാങ്കിലേക്ക് ചെന്നിട്ട് കാശ് മൊത്തം വലിച്ച് തിരിച്ചു വരാൻ പാടില്ലേ? അല്ല ഇതിനെയും കാട്ടി വലിയൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ ഡോഗ് സ്റ്റേഞ്ച് വട്ടം വരച്ച് പോർട്ടൽ ഉണ്ടാക്കണമെന്നൊക്കെ ഒരു വട്ടം വരയ്ക്കുക, നേരെ ലോക്കറിൻ്റെ ഉള്ളിൽ ഇടുക, കാശ് എടുക്കുക, കാശ് എടുത്തതിന് ശേഷം പോർട്ടൽ ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ റിസർവ് ബാങ്കിലേക്ക് പോവുക, വീണ്ടും ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുക, അവിടുത്തെ കമ്മട്ടം ഇടുക, കമ്മട്ടം വെച്ച് എത്ര കാശ് വേണമെങ്കിലും അടിച്ചെടുക്കുക, എന്നിട്ട് പോർട്ടൽ ക്ലോസ് ചെയ്ത് കമ്മട്ടം തിരിച്ചു വയ്ക്കുക. ഇങ്ങനെ എന്തോരം പരിപാടികളുണ്ട്. ഈ വക മണ്ടറായിട്ടുള്ള ഒരു മന്ത്രവാദിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി, നമുക്ക് ബാക്കി കഥയിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ ഞാൻ ബറോസും ഡിഗാമയായിട്ട് പൊരിഞ്ഞിടും. അപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഒരു ചെങ്കോലിൻ്റെ അകത്ത് കുറച്ച് അവിലോസ് കൂടി വെച്ചിട്ടുണ്ടാകും. ഈ അവിലോസ് കൂടി എടുത്ത് ഈസമോള് ഡിഗാമയുടെ അണ്ണാക്കിലായിട്ട് ഒരു ഒറ്റ തള്ളല. അപ്പം മന്ത്രവാദിയും ക്ലോസ്, ഡിഗാമയും ക്ലോസ്. ഇടിയൊക്കെ കഴിഞ്ഞ ക്ഷീണിച്ച് നമ്മുടെ ബറോസ് പപ്പ വീണ്ടും താക്കോലായിട്ട് പട്ടിടണത്. എൻ്റെ കുഞ്ഞു മോളെ 100-400 കൊല്ലം ഞാനിവിടെ എനിക്ക് പൈക്ക, നീ ചെയ്ത് ഇത് ഏറ്റെടുത്തേ പറ്റൂ. അങ്ങനെ അവസാനം സൈക്കോ അത് ഏറ്റെടുക്കും. ബറോസ് പപ്പ ജൂയിച്ചും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. അതോടെ പടം കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe,